വേൾഡ് കപ്പിലെ സെമി ഫൈനൽസ് വന്നിരിക്കുകയാണ്. അത്രയും അധികം ആവേശകരമായിട്ടൊരു മത്സരത്തിന്റെ പ്രീ മാച്ച് അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. വളരെയധികം എക്സൈറ്റഡ് ആക്കുന്ന മാനേജേഴ്സും പ്ലേയേഴ്സും ഉള്ള മത്സരമാണ്. സോ അതിന്റെ അനാലിസിസിലേക്ക് നമുക്ക് പോവാം. നമുക്ക് കുറച്ച് ജനറിക് ആയിട്ടുള്ള സ്റ്റാറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാം. ഒപ്റ്റ സ്റ്റാറ്റ്സ് പ്രകാരം ദേ നോട്ട് ഗിവിംഗ് സ്പെയിൻ മച്ച് ഓഫ് എ ചാൻസ്. കാരണം 43.9% ഫ്രാൻസിന് വിജയം ഒപ്റ്റ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ 29% മാത്രമാണ് സ്പെയിനിന് സാധ്യത കൽപ്പിക്കുന്നത്. ബാക്കി 27.1% ഒരു ഡ്രോയിൽ അവസാനിക്കുന്നുള്ളത്. 90 മിനിറ്റ്സിന്റെ പ്രഡിക്ഷൻ ഒപ്റ്റ നടത്തുന്നു. ഇത് രണ്ടാമത്തെ എൻകൗണ്ടർ ആയിരിക്കും. ബാക്ക് ഇൻ 2006 ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് ഫ്രാൻസിനൊപ്പമായിരുന്നു വിജയം. 3-1 സ്കോർ ലൈനിലായിരുന്നു. അന്ന് ഫ്രാൻസ് സ്പെയിനിനെ തോൽപ്പിച്ചിരുന്നു. ഇനി വലിയ ചരിത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇഞ്ചുറി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ സ്ക്വാഡ് അപ്ഡേറ്റ്സ് വരുമ്പോൾ രണ്ട് ടീമുകൾക്കും കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. രണ്ട് ടീമുകൾക്കും അവരുടെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് തന്നെ അണിനിരത്താം. എന്നാലും ഫിറ്റ്നസ് കൺസേൺസ് ആയിട്ട് ഇപ്പോൾ മെക്കാനും സലീബ ചുവമേനി എന്ന പ്ലേയേഴ്സിന് അൺഫിറ്റ് അല്ല, പക്ഷെ എന്നാലും പുള്ളി ഫിറ്റ് ആവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള റൂമേഴ്സ് ഉണ്ട്. ഇപ്പുറത്ത് സ്പെയിനെ നോക്കുകയാണെങ്കിൽ സെയിം അവസ്ഥയാണ്. ലമീൻ യമാലിന് ഒരു ഇഞ്ചുറിയിൽ നിന്ന് കടന്ന് വന്നിട്ടേ ഉള്ളൂ. ലമീൻ തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഫുള്ളി ഒരു ഫിറ്റ്നസ് ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിക്കോ വില്യംസ് കഴിഞ്ഞ മത്സരത്തിൽ ബെഞ്ചിൽ നിന്ന് വന്നിരുന്നു. ഈ മത്സരത്തിലും അതുപോലെ തന്നെയാണ് സാധ്യത. എനിക്ക് തോന്നുന്നില്ല നിക്കോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഒരു ടീം അറ്റാക്കിംഗ് ത്രെറ്റ് അത്രയും അധികം കൊടുക്കുമ്പോൾ മറ്റു ടീം ഡിഫെൻസീവ്ലി റെക്കോർഡ്സ് ഇവിടെ ബ്രേക്ക് ചെയ്യാണ്. ഇതാണ് ഫ്രാൻസ് ആൻഡ് സ്പെയിൻ്റെ ഈ വേൾഡ് കപ്പിലെ സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം അവരുടെ ഹൈലൈറ്റ് പ്ലെയർ ആയിട്ടുള്ള കിലിയൻ എംബാപ്പെ 8 ഗോളുകൾ നേടിയത് 5.4 XG വെച്ചിട്ടാണ്. സ്പെയിൻ ആകട്ടെ 1.5 XG കൺസീഡ് ചെയ്തിട്ടും ആകെ ഒരു ഗോള് മാത്രം കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഗോള് കൺസീഡ് ചെയ്തത് ഹെഡേഴ്സിലൂടെ ആയിരുന്നു, വിച്ച് ഇസ് നോട്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഫ്രാൻസിന്റെ. സോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ലൈനപ്പിലേക്ക് നമുക്ക് നോക്കാം. രണ്ട് ടീമുകളും ഒരു 4-2-3-1 എന്നുള്ള ഷേപ്പിലേക്കാണ് അണിനിരക്കാനായിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് സാധ്യത. ഏറ്റവും ഉറ്റു നോക്കേണ്ട കാര്യം ഇസ് ദാറ്റ് ഫ്രാൻസ് ഹൈ പ്രസ് ചെയ്യുമോ എന്നുള്ളതാണ്. അഗ്രസീവായിട്ട് ഫ്രാൻസ് പോകുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം കിലിയൻ എംബാപ്പെ ഉണ്ട്. കിലിയൻ എംബാപ്പെ ഹൈ പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് കുബാസിയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ടാക്ടിക്കൽ റൈവൽറ്റി അവിടെ വരികയാണെങ്കിൽ അവിടെ സ്പെയിൻ അഡ്വാൻറ്റേജ് ഉണ്ടായേക്കാം. കാരണം ഈ വേൾഡ് കപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബോൾ പ്ലേയിങ് സെന്റർ ബാക്സിൽ ഒരാളാണ് കുബാസി എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യാനും ലൈൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുബാസിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിനെതിരെ ബിൽഡപ്പുകളിൽ സ്പെയിൻ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. ഇനി ബിൽഡപ്പുകളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സ്പെയിൻ ഒരു കണക്റ്റഡ് സ്ട്രക്ചർ വൈഡർ ചാനൽസിൽ ക്രിയേറ്റ് എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡാനി ഓൾമോ ഡ്രോപ്പ് ചെയ്ത് വരുന്നതാണ്. ആ ഒരു ഹാഫ് സ്പേസസിൽ ഡാനി ഓൾമോ വന്നിട്ട് പ്ലേയേഴ്സിനെ ഡ്രോൺ ഇൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഓപ്പൺ അപ്പ് ആവാറുണ്ട്. സെൻട്രൽ ആയിട്ടുള്ള സോൺസ് ഓപ്പൺ ആവുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ ഒരു സോൺസിലേക്ക് അലക്സ് ബൈനക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ റിസീവ് ചെയ്തിട്ട് പ്ലേ അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്പെയിൻ ഡെഡ്ലി ആയിരിക്കും. ഇത് സംഭവിക്കണമെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റഡ് സ്ട്രക്ചർ പുറത്തേക്ക് വരണം. ഔട്ടർ ചാനൽസിൽ പ്ലേയേഴ്സിനെ ഡ്രോ ചെയ്യണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറ്റുമോ ഇല്ലയോ എന്ന് കാണണമെന്ന് പറയുന്നത് ബ്ലണ്ടറായിട്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഇത് പറ്റും ഇത് സംഭവിക്കുമെന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം ഒറ്റ ഫുട്ബോൾ മാച്ചും നമ്മൾ പ്രവചിക്കുന്നത് അതേപടി ബ്ലോക്ക് ആയിട്ട് സംഭവിക്കില്ല. ഇതിനുള്ള സാധ്യതകളുണ്ട്. ടാക്ടിക്കലി ഇങ്ങനെയുള്ള സാധ്യതകൾ അവിടെ ഉണ്ടായേക്കാം. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഈ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന് സാധിക്കുമോ എന്നുള്ളതനുസരിച്ചിരിക്കും ടീമിൻ്റെ സ്ട്രാറ്റജീസും അവരുടെ ഓപ്പർച്യൂണിറ്റീസും. ഇപ്പോൾ ഹൈപ്രസ് ചെയ്യുന്ന ഒരു ഫ്രാൻസ് മാൻ ടു മാൻ സിസ്റ്റത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലമീൻ യമാൽ ഓപ്പോസിറ്റ് ഫുൾ ബാക്കിനായിട്ട് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി അതല്ല കുറച്ചുകൂടെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഫ്രാൻസ് കൊടുക്കുന്നത്. വൺ ഓഫ് ദ ടോപ്പ് അല്ലെങ്കിൽ സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ടൂനെ വെച്ചിട്ടാണ് ഫ്രാൻസ് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാനി ഓൾമോനെ മാർക്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നമ്പർ 6 ആയിരിക്കും. ആ ഒരു നമ്പർ 6 ഫോളോ ചെയ്ത് ഡാനി ഓൾമോനെ ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ആയിട്ടുള്ള സോൺസ് ഓപ്പൺ ആവുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അവിടെ നിന്ന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിരിക്കും ലമീൻ യമാൽ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു ഈ വേൾഡ് കപ്പിൽ ലമീൻ യമാൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് മികച്ചൊരു പ്രകടനമാണ്, തെറ്റ് പറയാനില്ല. പക്ഷെ ആ ഒരു ലെവൽ മാത്രം നാളത്തെ ഗെയിമിലേക്ക് പോരാ. ലമീൻ യമാൽ പിച്ചിൽ എങ്ങനെയിരിക്കും എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സ്പെയിനെ സംബന്ധിച്ചിട്ട്. അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് സ്ട്രക്ചറൽ വ്യത്യാസങ്ങളും ഓപ്പർച്യൂണിറ്റീസും സ്പെയിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡ്രിബ്ലിങ്ങിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ഓപ്പോസിറ്റ് ഫുൾ ബാക്കിനെതിരെ വരുമ്പോൾ സ്പെയിന് പ്രതീക്ഷകൾ അർപ്പിക്കാം. ആൻഡ് പിന്നെ നമുക്ക് സ്പെയിനിൽ നിന്നിട്ട് കാണാൻ സാധ്യതയുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒയർസബാൽ ഡ്രോപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ ഒയർസബാൽ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ രണ്ട് സെൻറ്റർ ബാക്സിൽ ഒരാൾ ഡ്രോൺ ഔട്ട് ആയിക്കഴിഞ്ഞാൽ അലക്സ് ബൈനക്ക് ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താൻ പറ്റും എന്നുള്ളത് കണ്ടെത്തണം. അതുമാത്രമല്ല ലമീൻ യമാലിന് ഫീറ്റിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള പ്ലെയറാണ്. ലമീൻ എത്രത്തോളം ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താൻ ശ്രമിക്കുന്നു, എത്രത്തോളം ഹൈ ആണ് ഫ്രാൻസിൻ്റെ ഡിഫെൻസീവ് ലൈൻ എന്നുള്ളത് നാളെ ഉറ്റു നോക്കേണ്ട ഒരു കാര്യമായിരിക്കും. ആ ഒരു സ്പേസ് ഫ്രാൻസ് ഇൻ ബിഹൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽസ് സ്പെയിന് അലക്സ് ബൈനയാണുള്ളത്. ലമീൻ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പ്ലെയർ അല്ല, നടത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രൊഫൈൽ
പ്രൊഫൈൽസ് വെച്ച് നോക്കുമ്പോൾ ബയനയ്ക്കാണ് ആ ഒരു പേസും ആ ഒരു പ്രൊഫൈൽ ട്രേറ്റും ഉള്ളത്. ഇനി ഫ്രാൻസ് അവരുടെ ഡിഫെൻസീവ് ലൈൻ ഒരുപാട് പുഷ് ചെയ്യുകയാണെങ്കിൽ സ്പെയിൻ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് എത്രത്തോളം ബ്രില്യൻ്റ് ആയിരിക്കും എന്നുള്ളത് നോക്കണം. എത്രത്തോളം ബ്രില്യൻ്റ് ആയിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും സ്പെയിൻ്റെ നാളത്തെ പ്രോഗ്രഷൻ. കാരണം സ്പെയിൻ അറിയപ്പെടുന്ന ഒരു പരിപാടിയാണത്. ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് പ്ലെയേഴ്സ് ആ ഒരു ഷോർട്ട് സ്പേസസിൽ ടേൺ ചെയ്യുകയും അവിടെ നിന്ന് പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യുന്നതൊക്കെയാണ് സ്പെയിൻ്റെ പ്രൊഫൈൽസിനുള്ള കഴിവ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാനി ഓൾമോ ആണ്. ആ ഒരു ഹാഫ് സ്പേസസിലോ ഹാഫ് ടേൺസിലോ ഒക്കെ റിസീവ് ചെയ്തിട്ട് അവിടെ നിന്ന് ബാക്ക് ലൈനെ ഫേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കി പ്ലേയേഴ്സ് ഓൺ ആവും. ഈവൻ ലമീൻ യമാലിനെയും ഈ സ്ക്വയർ ചെയ്തിട്ട് അവിടെ 1v1 കൊടുക്കാം. ഇനി നാളത്തെ ലൈനപ്പിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ് വെച്ചിട്ട് പെഡ്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സ്പെയിനെ സംബന്ധിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഫ്രാൻസിനെ ഒരു ഡിഫെൻസീവ് ബ്ലോക്കിലേക്കും ലോ ആയിട്ടുള്ള ബ്ലോക്കിലേക്കും കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. കാരണം എത്രത്തോളം സ്പെയിനിന് പൊസിഷൻ കയ്യിൽ വെക്കാൻ പറ്റുന്നോ അത്രത്തോളം കൺട്രോൾ അവർക്ക് ഉണ്ടാവും. ട്രാൻസിഷൻസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതല്ലാതെ നോക്കുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡിലുള്ള ബാറ്റിൽ സ്പെയിനിന് വിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒലീസിയ നമുക്കറിയാം ബ്രില്യൻ്റ് ആയിട്ട് ഈ പറയുന്ന ഫുൾ ബാക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഇത്രയും അധികം ടെക്നിക്കലായിട്ടൊരു മിഡ്ഫീൽഡർക്കെതിരെ വരുമ്പോൾ അദ്ദേഹം ആ ഒരു ചാലഞ്ച് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് കാണണം. നമ്പർ 10 ആണ്. വലിയ രീതിക്കൊന്നും ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി ബാധിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു മിഡ്ഫീൽഡ് 3-നെ മാൻ വി മാൻ മാർക്ക് ചെയ്യാനാണ് ഫ്രാൻസിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ ആ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതേ കാര്യം തന്നെയാണ് റാബിയോയുടെ കേസിലും വരുന്നത്. ടൊമേനി സോളിഡ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഡിഫെൻസീവ് യൂണിറ്റിന്റെ സെന്റർ ബാക്സിന്റെ യൂണിറ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവേണ്ടതാണ് ആ ഒരു സെൻട്രൽ സോണൊക്കെ കവർ ചെയ്യാനായിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഡാനി ഓൾമോ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡ്രി, പെഡ്രി ഇവർ 3 പേരും ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്കാലിറ്റി ഇപ്പോൾ ഒലീസ റോഡ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും പോകുന്നുണ്ടാവുക. റാബിയോ ആയിരിക്കും പെഡ്രിയൊപ്പം മോസ്റ്റ്ലി പോകാനായിട്ട് സാധ്യത. ഇവിടെ ഒരു ഫിസിക്കൽ മിസ് മാച്ച് പെഡ്രി റാബിയോയുടെ കേസിൽ വരും. അതുകൊണ്ട് തന്നെ ഫാബിയൻ റൂയിസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പറയാനും പറ്റില്ല. പൊസഷന്റെ ആസ്പെക്ട് കൊണ്ടും ഫൈനൽ തേർഡ് റിക്കവറീസിന്റെ ആസ്പെക്ട് കൊണ്ടും ഈ പറയുന്ന പെഡ്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ ബാറ്റിലും എല്ലാവരും നോക്കുന്ന ഒരു ബാറ്റിലായിരിക്കും ലമീൻ യമാലും ഡീനിയം എന്നുള്ളത് കേട്ടോ. അറിയാലോ പിന്നെ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. സോ അത് ഞാൻ വല്ലാതെ പറഞ്ഞ് പാടിപ്പോഴുന്നില്ല. നമുക്ക് കാണാം എത്രത്തോളം ലമീൻ യമാൽ ആ ഒരു ബാറ്റിലിന് എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളത്. എന്നാലേ ഈ ഒരു മിഡ് ബ്ലോക്കിലേക്ക് ഫ്രാൻസ് പോകുമ്പോൾ ഏറ്റവും ആശങ്കകരമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ റൈറ്റ് ഹാഫ് സ്പേസ് ആയിരിക്കും. വീണ്ടും ഞാൻ കുബാസിയിലേക്കാണ് വരുന്നത്. ഇത് ഞാൻ പറയാനുള്ള കാരണം വരുന്നില്ല. എംബാപ്പയാണ് ആ ഒരു പൊസിഷനിൽ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ ബ്രേക്ക് ചെയ്യാനായിട്ട് കുബാസിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പിനേഷൻസും ഡയഗണൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ പ്ലേയിങ് ഓഫ് ഫ്രം ദ ബാക്കിലും സംഭവിക്കാം, പ്രത്യേകിച്ച് ബോൾ സർക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ. പക്ഷേ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ടേൺ ഓവേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്സിൽ ഫ്രാൻസ് ഡെഡ്ലി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സ്പെയിൻ ഈ പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ഏകദേശം ഇരിക്കുന്നുണ്ടാവുക. കുക്കറെ ആയിരിക്കും വിഡ്ത്ത് ഹോൾഡ് ചെയ്യുന്നത്. അലക്സ് ബയന ഈ പറയുന്ന ഹാഫ് സ്പേസസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് വൈസ് വേഴ്സ സംഭവിക്കാം. അതോടൊപ്പം ഈ പറയുന്ന ഒയർസബാലിന്റെ റോള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുതലും നമ്മൾ ഹീറ്റ് മാപ്സും കാര്യങ്ങളൊക്കെ ഒയർസബാലിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിച്ചിന്റെ ലെഫ്റ്റ് ഹാഫ് സ്പേസസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ചാനൽസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് ഈ പറയുന്ന പോലെ വൈഡ് ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനും അവിടെ നിന്ന് കോമ്പിനേഷൻസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെന്റർ ബാക്സ് ജമ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി ജമ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വരുന്ന ഓവർലോഡ്സ് എങ്ങനെയാണ് ഫ്രാൻസ് ഡീൽ ചെയ്യുന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. പെയിന്റ് കാര്യങ്ങൾ പറഞ്ഞു തീർത്തിട്ട് ഫ്രാൻസിലേക്ക് പോകാട്ടോ, ആരും ക്ഷമ കേട്ടണ്ട. എന്നിരുന്നാലും അതിൻ്റെ ഇടയിലൂടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. എന്നിരുന്നാലും വീണ്ടും വീഡിയോയ്ക്ക് വരുന്നുണ്ട്. ഇങ്ങനൊരു ഷേപ്പിലും ഫ്രാൻസിനെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സ്പെയിനിന് ഡീപ്പിൽ നിന്ന് റണ്ണേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം പെഡ്രിയെ സംബന്ധിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ എത്രത്തോളം പെഡ്രിയെ ഫോർവേഡിലേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് ഡെഫ്ലൻറ്റ് റെഡിയാണെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ പറയുന്ന ഡാനി ഓൾമോവും അല്ലെങ്കിൽ ഓയർസബാലും ലീവ് ചെയ്യുന്ന സ്പേസിലേക്ക് അറ്റാക്കുകൾ നടത്താനായിട്ട് പ്ലേയേഴ്സ് ഡെപ്തിൽ നിന്ന് റണ്ണുകൾ വേണം. പക്ഷേ ഇങ്ങനെ റണ്ണുകൾ നടത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രാൻസിഷൻസിൽ അത് വലിയൊരു വീഴ്ചയായിട്ട് സ്പെയിനിന് സാധ്യതകൾ ഉണ്ടാക്കാം. സ്പെയിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൗണ്ടർ പ്രസ്സിംഗ് ആണ്. കൗണ്ടർ പ്രസ്സിംഗ് വർക്ക് ആവാനായിട്ട് അവർക്ക് വലിയൊരു കാരണങ്ങളുണ്ട്. കാരണം പല പ്ലേയേഴ്സും ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ആയതിനാൽ ഈ പറയുന്ന സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസിനോട് ക്ലോസർ ആയിട്ടായിരിക്കും ഈ പ്ലേയേഴ്സ് പൊസിഷൻഡ് ആയിരിക്കുക. ബോളിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത്രയും പ്ലേയേഴ്സിന് ബോൾ കാരിയറിന്റെ അടുത്തേക്ക് പ്രസ് ചെയ്യാനായിട്ട് എത്തിപ്പെടാൻ പറ്റും. ഫ്രാൻസിനെ സംബന്ധിച്ചിട്ട് അവർക്ക് അപാരമായ പേസ് ഉണ്ട്. എംബലെ ആവട്ടെ, എംബാപ്പെ ആവട്ടെ, ഡ്യുവെ ആവട്ടെ, 3 പ്ലേയേഴ്സും ഈ പറയുന്ന പോലെ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്താൻ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. പ്രത്യേകിച്ച് കൺസിഡറിങ് കുക്കുറയ ഇത്രയും അധികം ഫോർവേഡിലേക്ക് പുഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ വൈഡ് ചാനൽസ് എക്സ്പോസ്ഡ് ആവാൻ സാധ്യതകളുണ്ട്. ഇത് കുബാർസിയെ പലപ്പോഴും നാളത്തെ ഗെയിമിലേക്ക് വൈഡർ ചാനൽസിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കാം. അവിടെ വരുന്നൊരു ബ്രില്യൻ്റ് ആയിട്ടൊരു ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും കിലിയൻ എംബാപ്പെ വേഴ്സസ് കുബാസി എന്നുള്ളത്. നാളത്തെ ഗെയിമിൽ അത്രയും അധികം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ടാക്ടിക്കൽ ബാറ്റിലായിരിക്കും അത്. പ്രത്യേകിച്ച് കിലിയൻ എംബാപ്പയുടെ ഷോർട്ട് മാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ
പല മൂവുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഹാഫ് സ്പേസസിൽ നിന്നാണ്. അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ എന്നാലും ഈ ഷോർട്ട് മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഹാഫ് സ്പേസസിൽ സെൻറ്റർ ബാക്സുകൾ ഡ്രോണിൻ ആയി കഴിഞ്ഞാൽ കുബാസി വേഴ്സസ് എംബാപ്പെ ടാക്ടിക്കൽ ബാറ്റിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പെഡ്രിയെ ലൈനപ്പിൽ ഇൻവോൾവ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നുള്ളത്. പെഡ്രിയെ സംബന്ധിച്ചിട്ട് ഫൈനൽ തേർഡിൽ പൊസിഷൻ 1 ചെയ്തിട്ടുള്ള പ്ലെയേഴ്സിൽ പെഡ്രി രണ്ടാമതാണ്. ആ ലിസ്റ്റിൽ വേറൊരാളും കൂടിയുണ്ട്. അതെ, നമ്മളെല്ലാവരും പറയുന്നതാണ് ലമീൻ യമാൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുമോ, ട്രാക്ക് ബാക്ക് ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ കൗണ്ടർ പ്രസിംഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലമീൻ യമാൽ ആ ലിസ്റ്റിൽ വരുന്നത് 5ാമതായിട്ടാണ്. സോ സ്പെയിൻ്റെ ഒരു മിഡ്ഫീൽഡറും സ്പെയിൻ്റെ റൈറ്റ് വിങ്ങറും ആ ഒരു ലിസ്റ്റിലുണ്ട്. അത്രയും അധികം കൗണ്ടർ പ്രസിംഗ് വർക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലേയേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റാറ്റാണത്. ഇതിനെ സർപ്പാസ് ചെയ്യാനായിട്ട് ഫ്രാൻസിന് സാധിക്കുമോ എന്നുള്ളത് കാണണം. ടൈറ്റ് സ്പേസസിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റിയ പ്രൊഫൈൽസ് അവിടെ ഉണ്ട്. സോ അങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് ആ ഒരു പ്രഷറിൽ നിന്നിട്ട് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പെയിൻ്റെ കാര്യം നോക്കേണ്ടതില്ല. നാളത്തെ ഗെയിമിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാറ്റേണും ആയിരിക്കും അത്. സ്പെയിൻ അത്രയും പൊസിഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസ് ഒരു ബ്ലോക്കിലേക്ക് ഇരിക്കുന്നു. അവിടെ നിന്ന് ട്രാൻസിഷൻസിൽ ഏറ്റവും വലിയ ത്രെറ്റ് ആവാനായിട്ട് ഫ്രാൻസ് മാറുന്നു. കാരണം ഇവരുടെ ഗോൾ സ്കോറിംഗ് റേഷ്യോസും സ്റ്റാറ്റ്സുകളും എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന സ്റ്റാറ്റുകളാണ്. കാരണം ഫുട്ബോൾ റേറ്റിംഗിൽ ഏറ്റവും അധികം റേറ്റ് ചെയ്യപ്പെട്ടുള്ള ടീമാണ് ഫ്രാൻസും സ്പെയിൻ എന്ന് പറയുന്നത്. ഏറ്റവും അധികം എക്സ്പെക്റ്റഡ് ഗോൾസ് സ്റ്റാറ്റ്സിൽ വരുന്നത് ഫ്രാൻസിനെയാണ്, 14.3 എന്നുള്ളത്. എക്സ് ജി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കൺസീഡ് ചെയ്യാൻ സാധ്യതയുള്ള എക്സ് ജിയും, അതായത് എത്രത്തോളം ഗോളുകൾ കൺസീഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ള ഒരു മെട്രിക്കാണ് ഈ പറയുന്ന എക്സ് ജി കൺസീഡർ എന്ന് പറയുന്നത്. എക്സ് ജി എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ്പെക്റ്റഡ് ഗോൾസ്. അപ്പോൾ ആ ഒരു മെട്രിക്കിനെ എക്സ്പെക്റ്റഡ് ഗോൾസിൽ നിന്നിട്ട് കുറയ്ക്കുന്നു. സോ അതാണ് ഈ പറയുന്ന എക്സ് ജി ഡിഫറൻസ് എന്ന് പറയുന്നത്. എക്സ് ജി ഡിഫറൻസ് നല്ലതായി കഴിഞ്ഞാൽ ടീമിന് മൊത്തത്തിൽ അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഷോട്ട്സ് ഓൺ ടാർഗറ്റ് വരികയാണെങ്കിൽ ഫ്രാൻസ് 7.8 ഫസ്റ്റ് ഓഫ് ദ ലിസ്റ്റ് ആണ്. ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് 27 ചാൻസസ് ആണ്, അതായത് ബിഗ് ചാൻസസ് ആണ് ഫ്രാൻസ് ഈ ടൂർണമെന്റിൽ ക്രിയേറ്റ് ചെയ്തത്. ഫസ്റ്റ് ഓൺ ലിസ്റ്റ് ആണ്. ഈ പറയുന്ന സ്പെയിൻ 6th ഓൺ ദ ലിസ്റ്റ് ആണ്. 17 ബിഗ് ചാൻസ് ആണ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വലിയ ഉപകരിക്കാത്തൊരു സ്റ്റാറ്റ് കൂടെയുണ്ട്. ബിഗ് ചാൻസസ് മിസ്ഡിലും ഫ്രാൻസ് ഫസ്റ്റ് ആണ്. 9 ബിഗ് ചാൻസസ് ഫ്രാൻസ് അവിടെ മിസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് എത്രത്തോളം കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളത് അടുത്ത മത്സരത്തിൽ ബിഗ് ചാൻസസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിന് അറിയാൻ പറ്റും. പിന്നീട് വരുന്ന മെട്രിക്കുകളാണ് ആക്യുറേറ്റ് പാസസ് പെർ മാച്ച്. ഓൾമോസ്റ്റ് 600 ആക്യുറേറ്റ് പാസസ് സ്പെയിൻ ഒരു മാച്ചിൽ കൊടുക്കാറുണ്ട്. ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ്, ഇത് എന്തുകൊണ്ടാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്? ടീംസ് ലോ ബ്ലോക്കിലേക്ക് പോകുമ്പോഴും അവിടെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് സ്പേസസ് ഒക്കെ കണ്ടെത്തുമ്പോഴാണ് ഈ പറയുന്ന ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ് കൂടുതൽ വരാം. അതിൽ ഈ പറയുന്ന സ്പെയിൻ ഒന്നാമതാണ്. 226 ടച്ചസ് ഓപ്പോസിഷൻ ബോക്സിൽ സ്പെയിൻ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫെൻസീവ് സ്റ്റാറ്റ് 1.8 XG മാത്രമാണ് ഈ പറയുന്ന സ്പെയിൻ ഈ ടൂർണമെന്റിൽ കൺസീഡ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ഗോൾ മാത്രമേ അവർ റിസീവ് ചെയ്തിട്ടുള്ളൂ. എല്ലാ ലിസ്റ്റും ഞാനിങ്ങനെ എടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇൻഡിവിജ്വൽ ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ പേര് ഒരുപാട് ഉണ്ടാവും. ഈ പറയുന്ന കിലിയൻ എംബാപ്പെ ടോപ്പ് സ്കോറാണ്. അസിസ്റ്റില് മൈക്കൽ ഒലീസെ മുന്നിൽ നിൽക്കുന്നു. ഗോൾസ് പ്ലസ് അസിസ്റ്റ് കിലിയൻ എംബാപ്പെ വീണ്ടും വരുന്നു. എക്സ്പെക്റ്റഡ് ഗോൾസ് ഓൺ ടാർഗറ്റ്, ഇങ്ങനെ ഒരുപാട് മെട്രിക്സ് ഉണ്ട്. എംബാപ്പയുടെ പേര് എല്ലായിടത്തും കാണാം. പറഞ്ഞു വരുന്നത് ഇൻഡിവിജ്വലി ത്രെറ്റ് കൊടുക്കാനായിട്ട് ഫ്രാൻസിന് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് ഫോറിൽ. ഈ ഫ്രണ്ട് ഫോർ വർക്ക് ചെയ്യുന്നത് ഓപ്പോസിഷൻ ടീംസിന് ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന രീതിക്കാണ്. കൂടുതലും ഇവരൊരു പെയർ ആയിട്ടാണ് വർക്ക് ആവുക. അതായത് ഒരുപാട് റൊട്ടേഷൻസ് നമുക്ക് ഫ്രണ്ട് ഫോറിന്റെ ഭാഗത്ത് നിന്നിട്ട് ഫ്രാൻസിന്റെ കാണാം. മാപ്പുകളും കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒലീസയും ഡെംബെലയും കൂടുതൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് കാണാറുണ്ട്. എംബാപ്പെ ആവട്ടെ ലെഫ്റ്റ് ഹാഫ് സ്പേസസ് ലവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഡെസിഡുവേ ഇവരെ മാച്ച് ചെയ്യാനായിട്ട് ഇവർക്കൊരു ബാലൻസ് കൊടുക്കാനായിട്ട് വിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലെയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് കാണാനായിട്ട്. ഒരു പക്ഷേ ചിലപ്പോൾ എംബാപ്പെ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടാവും, ഒലീസെ മുകളിലേക്ക് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ എംബാപ്പെ ചിലപ്പോൾ ലെഫ്റ്റ് ഹാഫ് സ്പേസസിലേക്ക് പോകുമ്പോൾ ഒലീസെ റൈറ്റ് ഹാഫ് സ്പേസിൽ പോയിട്ട് സെൻറ്റർ ഓഫ് ദ പിച്ച് ചിലപ്പോൾ സ്പേസസ് വിട്ടേക്കാം. അല്ലെങ്കിൽ ഡെംബെലെ ചിലപ്പോൾ സെൻട്രൽ സ്ട്രൈക്കർ സോണിലേക്ക് വരുന്ന കാണാം. ആ സമയത്ത് ഒലീസെ വിട്ട് ഹോൾഡ് ചെയ്യുന്ന കാണാം. ഡെസിഡുവേ ഇൻ ബിഹൈൻഡ് റണ്ണുകൾ നടത്തുന്നത് കാണാം. സോ തമ്മിൽ ഒരുപാട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഫ്രാൻസിനുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന പോലെ. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് എംബാപ്പയും ഡെംബെലയും തമ്മിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാൻസസ്. 19 ചാൻസസ് ഇവർ തമ്മിൽ അവിടേക്കും ഇവിടേക്കും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടാക്ടിക്കലി വരുമ്പോഴേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം ഗെയിമുകളിൽ കൂടുതലും ഫ്രാൻസിന് അധികം വിയർക്കേണ്ട വന്നിട്ടില്ല. ടാക്ടിക്കലി ഞാൻ പറയുന്നത്, കാരണം അവർക്കൊരു കൺവെൻഷണൽ ആയിട്ടൊരു ബാക്ക് ഫോറിനെ കീപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. ഈ പറയുന്ന 2 CDMകളെ അല്ലെങ്കിൽ 2 ഹോൾഡിംഗ് പ്ലേയേഴ്സിനെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇവർക്ക് എപ്പോഴും ട്രാൻസിഷൻസിൽ അധികം ത്രെറ്റ് വരാറില്ല. ടേൺ ഓവേഴ്സ് ഇവർക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നു. കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. പക്ഷെ നാളത്തെ ഗെയിമിൽ ഈ ഫ്രണ്ട് ഫോറിനെ കൊണ്ട് സ്പെയിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം സ്പെയിൻ്റെ ഭാഗത്ത് നിന്ന് ഓവർലോഡ്സ് ഉണ്ടാവും. ഫുൾ ബാക്സിനെ പുഷ് ചെയ്യാനായിട്ട് ഫ്രാൻസ് നിർബന്ധിതരാകും. ഇനി ഫുൾ ബാക്സിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ട്രാൻസിഷൻസ് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത്
ഫ്രാൻസ് നോക്കേണ്ടിയിരിക്കുന്നു. കുണ്ടെ മികച്ച പ്രകടനമാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അത്യാവശ്യം റിക്കവറി പേസ് ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ലമീൻ യമാൽ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഈ പറയുന്ന ഫുൾ ബാക്കിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അത് റോഡ്രി ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ ഒരു റോഡ്രി പുഷ് ചെയ്യുമ്പോൾ ഡാനി ഓൾമോയ്ക്ക് അവിടെ സ്ക്വീസിങ് ചെയ്തിട്ട് അവിടെ സ്പേസസ് കവർ അപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതും ഡാനി ഓൾമോയേക്കാളും അപ്പുറത്തെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള പെഡ്രി അല്ലെങ്കിൽ ഫാബിയൻ റൂയിസിനായിരിക്കും ആ ഒരു ഉത്തരവാദിത്തം കൂടുതൽ വരിക. പക്ഷേ സ്പെയിൻ ആ ഒരു സ്ട്രക്ചർ മോസ്റ്റ്ലി എങ്ങനെ കീപ്പ് ചെയ്യുന്നുള്ളതും ഈ ഒരു 1v1 ബാറ്റിൽസ് 2v1 ബാറ്റിൽസ് ആക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അങ്ങനെ 1v1s വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതും കണ്ടറിയണം. ഫ്രാൻസിൻ്റെ ബിൽഡപ്പിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാണാം. ഈ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷറിൻ്റെ പിന്നിലേക്ക് പല പ്ലേയേഴ്സും ഇറങ്ങി വന്നിട്ട് റിസീവ് ചെയ്യുന്നത്. ഇത് ഒലീസയൊക്കെ ഒരുപാട് ഇറങ്ങി വന്ന് റിസീവ് ചെയ്യുന്ന ഒരു സോണാണ്. അങ്ങനെ റിസീവ് ചെയ്ത് വരുമ്പോൾ ആ ഒരു മിഡ്ഫീൽഡ് ഓവർലോഡിനെ സ്പെയിനിന് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഡെംബലെ അവിടെ വിട്ട് കൊടുക്കാറുണ്ട്. എത്രത്തോളം പ്ലേയിങ് സ്ക്വീസ്ഡ് അപ്പ് ആയാൽ പോലും ഡെംബലെ ആ ഒരു വിട്ട് അവിടെ ഹോൾഡ് ചെയ്യാറുണ്ട്. അവർക്ക് ഈ ടൈറ്റ് സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എംബാപ്പയ്ക്ക് ആ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ലൈൻസ് ബ്രേക്ക് ചെയ്യാനായിട്ടും ഡ്രിബിൾ ചെയ്യാനായിട്ടും ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. അവിടെ നിന്ന് സ്വിച്ചസ് ഒക്കെ നടത്തി പിന്നീട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഫ്രാൻസിന് സാധിക്കാറുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ടാക്ടിക്കലി ഓരോ സീക്വൻസും ഇങ്ങനെ എടുത്ത് ഓരോ ഫോർമേഷൻസും ഓരോ സ്ട്രക്ചറൊക്കെ എടുത്ത് പറയാനാണെങ്കിൽ ഇന്നൊന്നും പ്രീ മാച്ച് അനാലിസിസ് അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രീ മാച്ച് അനാലിസിസിൻ്റെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇത്രയും ഡെപ്തിൽ പോയിട്ടുള്ള കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ പോരായ്മകൾ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതും എനിക്ക് ഉറപ്പാണ്. ഞാൻ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടില്ല. ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിലുള്ള ടാക്ടിക്കൽ ബോർഡ് തുറന്നു വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ വരുന്ന പ്രീ മാച്ച് അനാലിസിസുകളൊക്കെ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിൽ നിങ്ങൾ സന്തുഷ്ടരാണോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കൂടിയും രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. ഏറ്റവും അധികം ടാക്ടിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബാറ്റിലായിരിക്കും. അത്രയും അധികം ടെക്നിക്കൽ പ്ലേയേഴ്സ് ഉണ്ട്, അത്രയും സൂപ്പർ സ്റ്റാർസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അതും ഏറ്റവും ബിഗ് സ്റ്റേജ് ആയിട്ടുള്ള വേൾഡ് കപ്പിൽ സെമി ഫൈനൽസിൻ്റെ സ്റ്റേജിൽ കാണാനായിട്ട് പറ്റുന്നത് ഏറ്റവും വേർത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അടുത്ത അർജന്റീന ഇംഗ്ലണ്ട് പ്രീ മാച്ച് അനാലിസിസ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.